ഏറെ നാളുകൾക്ക് ശേഷം ചെറിയൊരു ഔട്ടിങ്. എന്നാൽ പിന്നെ കൊല്ലം ബീച്ച് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൊല്ലത്ത് പോയി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റം ഗുൽക്കണ്ട. എന്നാൽ പിന്നെ ഒരു ഗുൽക്കണ്ട സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഗുൽക്കണ്ട സ്പെഷ്യലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നോടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. വീക്കെൻഡ് ആണല്ലോ. ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് കുറേ കച്ചവടക്കാരും, നല്ല രസമുണ്ട്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഞങ്ങളുടെ മിന്നുക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഗുൽക്കണ്ട ടേസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി അത് നല്ല രീതിയിൽ ആസ്വദിച്ചൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് ചെന്നു. അത്യാവശ്യം തിരക്കും പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുമായിരുന്നു. കുട്ടികളൊക്കെ അവിടെ മണ്ണ് വാരി കളിക്കലും ഒക്കെയാണ്. ബീച്ചായ പിന്നെ നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസ് ഇല്ലാണ്ട് ഒരു ബീച്ചില്ലല്ലോ. ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ആകാശത്ത് പാറിപ്പറക്കുന്ന പട്ടങ്ങൾ, അത് ഏതൊരു ബീച്ചിൻ്റെയും കാഴ്ച സുന്ദരമാക്കുന്നതാണ്. പല വർണ്ണത്തിലുള്ള പട്ടങ്ങൾ ഇങ്ങനെ ആളുകൾ പറത്തി ആകാശത്ത് ഇങ്ങനെ പാറി നടക്കുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും വന്നു 2 അതിഥികൾ, ഒരു ഒട്ടകവും ഒരു കുതിരയും. പാവം സവാരി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് നിന്ന് 2 ഫാമിലി പട്ടമൊക്കെ പറത്തി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മിന്നൂസ് ഇതുവരെ ഗുൽക്കണ്ട കഴിച്ച് തീർന്നില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആള്. സവാരിക്കായിട്ട് കാത്തു നിൽക്കുവാണ് പാവം കുതിരയും ഒട്ടകവും. കുട്ടിക്കാലത്ത് ഒരുപാട് തവണ കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. കൊല്ലം ബീച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീളം കൂടിയ 2ാമത്തെ ബീച്ചാണ് കൊല്ലം ബീച്ച്. അതേപോലെ സ്വദേശികൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബീച്ച് കൂടിയാണ് നമ്മുടെ കൊല്ലം. നമ്മുടെ ഒട്ടകം ഒന്ന് ഉഷാറായി നിൽക്കുന്ന കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് എണീറ്റ് നിൽക്കട്ടെ, ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് നോക്കാം എന്നുള്ള മട്ടിലാണ് ആശാൻ എണീറ്റ് നിൽക്കുവാണ് കേട്ടോ, സവാരി ചെയ്യാനുള്ള യാത്രക്കാരനെ കാത്ത്. വർണ്ണപ്പകിട്ടാർന്ന പമ്പരങ്ങൾ കുട്ടികളെ മാടി വിളിക്കുന്നുണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് ഇത്തരം പമ്പരങ്ങൾ കാണാറുള്ളത് നമ്മുടെ ഉത്സവപ്പറമ്പുകളിലായിരുന്നു. ഇത്തരം പമ്പരങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ആ ഓർമ്മകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. നേരം സന്ധ്യയായി കഴിഞ്ഞു. ഇപ്പോൾ കാറ്റിന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ആ തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാം നല്ല രസമാണ്. ചുറ്റും മനോഹരമായ കാഴ്ചകൾ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. നമ്മുടെ പട്ടങ്ങൾ ഇപ്പോഴും മടികൂടാതെ ആകാശത്ത് പാറി പറക്കുന്നുണ്ട് കേട്ടോ. അവ ഇങ്ങനെ പറക്കുന്നത് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. എങ്ങും സുന്ദരമായ കാഴ്ചകൾ.